എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്നും നോക്കിയില്ല, റൂം പൂട്ടി, കുടയെടുത്തു, ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ച സമയത്ത് പോയത്. അങ്ങനെ നമ്മുടെ അബ്രയിലാണ് പോയത്. അന്ന് ഗോൾഡ് സൂക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിർഹംസാണ് അതിൻ്റെ ചാർജസ് വരുന്നത്. അത് കൊടുത്തിട്ട് പോയി. അപ്പോൾ അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടാണ് അവർ. സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നടന്ന് നമ്മൾ അബ്ര ഇറങ്ങിയതിന് ശേഷം പതുക്കെ നടന്നു. അങ്ങനെ നമ്മൾ ഗോൾഡ് സൂക്കിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്ന ക്യാൻസ് ജ്വല്ലേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സംഭവം ഒന്നല്ല, അവിടെ നമ്മുടെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ളൊരു വലിയ ഗോൾഡ് റിങ് ഉണ്ട്. മേ ബി ഒരു 5-6 പേർക്കെങ്കിലും കയറി നിൽക്കാം അതിൻ്റെ ഉള്ളത്. നമ്മൾ നോർമൽ റിങ്സൊക്കെ കാണുന്നത് എന്താ കയ്യിലിടാൻ പാകത്തിനാണല്ലോ വിരലിടുന്നത്. പക്ഷേ ഇത് വലിയ റിങ്ങാണ്, ഗിന്നസിലൊക്കെ ഇതുണ്ട്. പിന്നെ കുറേ ഓർണമെൻറ്റ്സ് അവർ ഡിസ്പ്ലേയിലെല്ലാം വെച്ചിട്ടുണ്ട്. കുറേ ജ്വല്ലേഴ്സ് അവരവരുടെ പ്രൊഡക്റ്റും അവരുടെ ഡിസൈനെല്ലാം അതൊക്കെയുണ്ട്. ഇത്രയും ഹെവി ആയിട്ടുള്ള കേട്ടോ, എല്ലായിടത്തും അങ്ങനെ ഉണ്ട്. നമ്മുടെ മലയാളീസോ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊന്നും അങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, പക്ഷേ ഈ അറബ്സ് എല്ലാം അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, വലിയ വലിയ ഹെവി ഓർണമെൻറ്റ്സ്. പിന്നെ നമ്മുടെ എന്താ പറയുക, മലബാർ ജ്വല്ലേഴ്സ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലേഴ്സും ഗോൾഡ് സൂക്കിൽ അവൈലബിൾ ആണ്. പിന്നെ പതുക്കെ ക്ഷീണമായപ്പോൾ പിന്നെ പതുക്കെ പുറത്തിറങ്ങി. അങ്ങനെ വരുന്ന വഴി നമ്മളെ ഓൾഡ് സ്പൈസൊക്കെ കവർ ചെയ്തു. എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.